എന്തിനാണ് ഈ അണിഞ്ഞൊരുക്കം? ഓഫീസിലേക്കാണെങ്കിൽ വേണ്ട. ഇനി മുതൽ നീ ഓഫീസിൽ പോകണ്ട. എന്റെ ഭാര്യ ഒരു പ്രദർശന വസ്തുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കൂ. ഇവിടെ ധാരാളം ജോലി ഉണ്ടല്ലോ, അത് നോക്കി നടത്തിയാൽ മതി. ഒരു LD ക്ലാർക്കായി ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ഗതികേട് എന്റെ ഭാര്യയ്ക്കില്ല. എന്താ രാജേട്ടാ ഇത്? എന്നോട് എന്തിനാ ഇങ്ങനെ? എന്താ ഞാൻ നിന്നെ എടുത്ത് എന്റെ തലയിൽ വെക്കണോ? രാജേട്ടാ, കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറൂ. എനിക്കിങ്ങനെ പെരുമാറാൻ പറ്റൂ. എങ്ങോട്ടാ യാത്ര? മദ്രാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. എന്ന് മടങ്ങി വരും? ഒരാഴ്ച കഴിയും. അപ്പോ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ബാലേട്ടനെ കാണാൻ നോക്കൂ. എന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? മടങ്ങി വരുമ്പോ സുമിത്രയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ബാലേട്ടന് ഇഷ്ടമുള്ളത്. വരട്ടെ. ഓഫീസിലേക്ക് കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നത്. എന്റെ ദുഃഖം ആരും അറിയണ്ടെന്ന് കരുതി ഇനി ഞാൻ ഓഫീസിലേക്കില്ല. നിനക്കറിയാമോ, എന്നെ സ്ത്രീയെ എന്റെ ഭർത്താവിന് ആവശ്യമില്ല. നിന്റെ ദുഃഖത്തിൽ സഹതപിക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുമിത്രയോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും. പാവം, അവളിപ്പോ എന്നെ ശപിക്കുന്നുണ്ടാവും. ബാലേട്ടന്റെ സെലക്ഷൻ ഉഗ്രനായിരിക്കുന്നു. ഈ സാരി കൊടുത്ത് സുമിത്ര ഒന്ന് കാണണം. ഇപ്പോഴോ? You are so beautiful. You are so beautiful. എന്ത് പറ്റി? ബാലേട്ടൻ, ഇനി അങ്ങനെ പറയരുത്. എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല ബാലേട്ട. അല്ല, എന്തുണ്ട്? ഒരു പഴയ സംഭവം. പഴയ സംഭവം? ഞാൻ കൂടെ അറിയട്ടെ? വേണ്ട. സുമിത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ മനസ്സിലായി, എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബാലേട്ടന് എങ്ങനെ തോന്നിയത്? സുമിത്രയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ആ സംഭവം ചോദിച്ചത്. അത് പറഞ്ഞാൽ വേണ്ട, ബാലേട്ടൻ എന്നെ വെറുക്കും. സുമിത്ര പറഞ്ഞ വാചകം ഞാൻ തിരിച്ചു പറയുന്നു. സുമിത്ര എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ മറ്റാരോടും പറയില്ല. സുമിത്രയോടുള്ള സ്നേഹം കുറയുകയില്ല. വേഗം ഇതിനെ നിർബന്ധിക്കരുത്. ദാ ഇത് നോക്ക്. ബാലേട്ടൻ ഇത് എവിടെ കിട്ടി? അതെവിടെ ഒന്നെങ്കിലും ആയിക്കോട്ടെ. ഡയറി ഗ്രൂപ്പിൽ ആ സംഭവമല്ലേ സുമിത്ര പറയാൻ പഠിക്കുന്നത്. ബാലേട്ടൻ പോവൂ, എന്നെ വേദനിപ്പിക്കാതെ. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ബാലേട്ട, എന്നെ വിശ്വാസമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഇനിയും വരാൻ മനസ്സാക്ഷി അനുവദിക്കില്ല. ബാലേട്ട, വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ആ രഹസ്യം പറയും. അത് പറയുന്നതുകൊണ്ട് സുമിത്ര ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം എന്റെ സീനിയർ സ്റ്റുഡന്റ് ആയിരുന്നു മരിച്ചുപോയ സുകുമാരൻ. കോളേജിലേക്ക് പാട്ട് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോൾ
ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ സമീപിച്ചു. രാജേട്ടന്റെ ഫോണായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ചെന്നപ്പോ സുകുമാരൻ എന്നെ ഒരു ക്ലാസ് റൂമിലേക്ക് വലിച്ചഴിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തി. അയാൾ കുറെ നഗ്ന ഫോട്ടോകൾ എടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ടീച്ചറായി ജോലി സ്ഥലത്ത് ചെന്നപ്പോ വീണ്ടും സുകുമാരനെ കണ്ടു. അയാൾ പലതവണ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ചെല്ലാതിരുന്ന എന്നെ ഫോട്ടോയും നെഗറ്റീവും തരാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചപ്പോ ഒരു രാത്രി ഞാൻ പോകാൻ തയ്യാറായി. ഈ സംഭവം എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? ഞാനത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഫോട്ടോകൾ സുമിത്രയ്ക്ക് തിരികെ കിട്ടിയോ? ഇല്ല, അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഫോട്ടോയെ കുറിച്ച് പോലീസുകാർ വല്ലതും ചോദിച്ചോ? ഇല്ല, അതവർക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. സുകുമാരനെ കൊന്ന ആരാണെന്നതിനെ കുറിച്ച് സുമിത്രയ്ക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. ഇക്കാര്യം സുമിത്ര മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ കത്ത് വന്നിരുന്നു. അച്ഛൻ അസുഖാണ്, വീട് വരെ ഒന്ന് ചെല്ലണമെന്ന്. പോകണ്ട. നാളെ തന്നെ മടങ്ങി വന്നേക്കാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ചത്താ കുഴിച്ചിടാൻ അവിടെ നാട്ടുകാരില്ലേ? എന്നാൽ ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയല്ലോ. വലിയ കൊട്ടാരത്തിലായപ്പോ അച്ഛനെയും കൂടപ്പുറപ്പുകളെയും മറന്നു അല്ലേ? സമയം കിട്ടാഞ്ഞിട്ട് അച്ഛാ. ആ ഓളകൾ രക്ഷപ്പെട്ടത്. ഈ രീതികള് ആളുകളുടെ ഭാവി എന്താണോ? നിന്നെ അനുഗ്രഹിച്ചുള്ള ദൈവം ആളുകളെ അനുഗ്രഹിക്കുമായിരിക്കും. പറഞ്ഞ അനുസരിക്കാൻ വയ്യല്ലടി. തന്തയൊക്കെ ഒന്ന് കുഴിച്ചു കൂടിയിട്ടാണ് വന്നത്. അവിടെ ഞാൻ കഴിഞ്ഞോളാൻ വയ്യായിരുന്നു. അങ്ങനെ ആലോചിച്ചതായിരുന്നു. പക്ഷേ നിങ്ങൾ എന്റെ കഴുത്ത് കെട്ടി ഈ താലിയെ ഞാൻ മാനിച്ചു. അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം. ഒരു ജീവിതം മോഹിച്ച് എല്ലാം മറന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. സുമിത്രയോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ എന്നെ കരുവാക്കി. ഇല്ല, എനിക്ക് പറയാനുള്ളതെല്ലാം പറയണം. അത് നിങ്ങൾ കേൾക്കണം. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ആരോടും പരാതി പറയാതെ ഞാൻ ഈ വീട്ടിൽ ഒരു തടവ് പുള്ളിയെ പോലെ ജീവിച്ചു. എനിക്ക് മോഹങ്ങളുണ്ടായിരുന്നു, വികാരം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞില്ല. അല്ല, അറിഞ്ഞില്ലെന്ന് ഭാവിച്ചു.
അതൊക്കെ ഞാൻ സഹിച്ചു. സഹിക്കാൻ പറ്റാത്തവർക്ക് ഇറങ്ങി പോവാം. ഇറങ്ങിപ്പോകാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഒരമ്മയാകാനും ഒരു കുഞ്ഞിനെ താലോലിക്കാനും എന്റെ സ്ത്രീത്വത്തിന് മാന്യത കിട്ടാനും വേണ്ടിയാണ്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിനക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഇനി ഒരു മാർഗമേ ഉള്ളൂ, ഡൈവേഴ്സ്. രാജേട്ടാ, നിങ്ങൾക്കത് എളുപ്പം പറയാം. ഞാനൊരു സ്ത്രീയാണ്. എന്റെ കഴുത്തിൽ നിങ്ങൾ കെട്ടിയ താലി അഴിച്ചു മാറ്റാൻ ഞാൻ ആരും അനുവദിക്കില്ല. എന്റെ വികാരവും വിചാരവും എല്ലാം ഈ വീടിനകത്ത് ഒതുങ്ങി നിൽക്കട്ടെ. സുമിത്രേ, സുമിത്രേ, ഇവിടെ ആരുമില്ലേ? ആ, മാധവേട്ടനോ? എന്താ വിശേഷം? എന്തു പറ്റി? ശശികല ആത്മഹത്യ ചെയ്തു. കൊല ചെയ്യപ്പെട്ട സൂബാന്റെ ഭാര്യ നിങ്ങളാണോ? അതെ. രാജിയോടില്ലേ? ഉറങ്ങാണ്. നീയല്ലേടാ സുകുമാരനെ കൊന്നത്? ഞാനില്ല കൊന്നത്. നീ പറയില്ലല്ലേടാ? പറയാം. എന്റെ ചേച്ചിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അയാളെ കൊന്നു. ഫോട്ടോയും നെഗറ്റീവും ഞാൻ ആരെയും കാണിക്കാതിരുന്നത് ആ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാ സാർ.
എനിക്ക് മാപ്പ് തരൂ. എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാനൊരു കൊലയാളിയാണ്. സുകുമാരനുമായി എനിക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്നല്ലേ നിങ്ങളൊന്ന് പറഞ്ഞത്? അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന നിങ്ങൾക്കറിയോ? മനസാക്ഷി എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണിപ്പോൾ. മനസാക്ഷി നിങ്ങൾക്കതുണ്ടോ? ഒരു പാവം പെണ്ണിന്റെ ജീവിതം പിച്ചു ചീന്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്റെ തെറ്റിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ക്ഷമിച്ചു എന്നോട് പറയില്ലേ? സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം നിങ്ങൾ കളിക്കില്ലേ? സതീഷിനെയും മാലിനെയും കണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം കെട്ടുകഥകളാണെന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറി. മതി, എനിക്ക് സന്തോഷമായി. ഇനി രാജ്യത്തും വെച്ചുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് ശശികല എഴുതി വെച്ചിരുന്ന കത്തിൽ അവളുടെ വിവാഹമോതിരം സുമിത്രയെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഇതാ. വേണ്ട, ശശികലയുടെ ഓർമ്മയ്ക്ക് വേണ്ടി രാജേട്ടനതെന്നും സൂക്ഷിക്കണം. മടങ്ങി വരില്ലെന്ന് കരുതിയോ? വരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഫോട്ടോകളല്ലേ സുമിത്ര ഇതുവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്? ഞാൻ പോട്ടെ. വേണ്ട, ബാലേട്ടൻ പോകണ്ട. വിഷമിക്കണ്ട, ഞാൻ മടങ്ങി വരും സുമിത്രയെ കൊണ്ടുപോകാൻ. ഈ കഴുത്തിൽ താലിയാർത്ത്.